സയൻസ് ബിരുദം യോഗ്യതയുള്ളവർക്കും ബിടെക്കുകാർക്കും വേണ്ടിയിട്ട് ഒരു പുതിയ അവസരം കേരള PSCയിൽ വന്നിട്ടുണ്ട്. ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ ദിവസം PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എന്നുള്ള ഒരു പോസ്റ്റ്, എന്താണ് അവരുടെ ജോലി, എക്സാം ഡീറ്റെയിൽസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എന്താണ് ഈ ജോലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള ഗവൺമെന്റിന്റെ ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിലായിരിക്കും ജോലി കിട്ടുക. അതായത് അളവുകൾ, തൂക്കങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ഒരു കണക്കെടുപ്പിന്റെ മേഖലയാണ് ഇത് എന്ന് പറയുന്നത്. നമ്മൾ പാക്കേജ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുക, ഇമ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന വസ്തുവകകൾ അതിന്റെ ഒരു മെഷർമെന്റ് എങ്ങനെയാണെന്ന് അളക്കുക, അതിന് മെഷേഴ്സിന് സ്റ്റാൻഡർഡൈസേഷൻ കൽപ്പിക്കുക, ഇന്നതാകണം അളവുകൾ എന്ന് തീരുമാനിക്കുക, അതുപോലെ തന്നെ മാനുഫാക്ചർമാർക്കും ഡീലർമാർക്കും ഒക്കെ ലൈസൻസ് ഇഷ്യൂ ചെയ്യുക തുടങ്ങിയിട്ടുള്ളവയൊക്കെയാണ് ഒരു ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറുടെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ അളവുകൾ, തൂക്കങ്ങൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ്, മെഷർമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ഈ ജോലിയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും സയൻസ് ബിരുദക്കാർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാനുള്ള ഒരു യോഗ്യത എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ സയൻസ് സ്ട്രീമുകാർക്കും അപ്ലൈ ചെയ്യാമോ? സയൻസ് BSc എന്ന് പറയുമ്പോൾ BSc ആണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാ BSc സ്ട്രീം എടുത്തവർക്കും അപേക്ഷിക്കാൻ കഴിയുമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് ഡിസംബർ 30 ആയിരുന്നു. കാറ്റഗറി നമ്പർ നോക്കുകയാണെങ്കിൽ 613/2025 ആണ്. ഇപ്പോൾ ഒരു ജനറൽ ഡിഗ്രി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ, നിങ്ങളിപ്പോൾ ഡിഗ്രി പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ മൈൻഡിലേക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ ചിലപ്പോൾ ഭൂരിഭാഗം പേരുടെ മൈൻഡിലേക്കും എത്തിയിട്ടുണ്ടാവില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ BSc പഠിച്ചിട്ടുള്ളവരും ബിടെക് പഠിച്ചിട്ടുള്ളവരും ഉണ്ടാകും. അപ്പം നമ്മൾ ഈ ഒരു കാറ്റഗറി നമ്പർ നിങ്ങൾ പ്രൊഫൈലിൽ പോയിട്ട് എൻ്റർ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റും, അപ്ലൈ ചെയ്യാനും പറ്റും. അപ്പോൾ കാറ്റഗറി നമ്പർ 613/2025 ആണ്. ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിലാണ് നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ പോകുന്നത്. പ്രായം എന്ന് പറയുന്നത് നോർമലി PSC എക്സാമുകൾക്ക് പറയുന്നത് പോലെ തന്നെ 18-നും 36-നും ഇടയിലായിരിക്കണം പ്രായം. നിങ്ങൾ 2/1/1989-നും 1/1/2007-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇനി സ്കെയിൽ ഓഫ് പേ നോക്കുകയാണെങ്കിൽ നല്ല ഒരു സാലറി സ്കെയിലാണ് ശരിക്കും പറഞ്ഞാൽ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. ഏകദേശം 43,400 രൂപ മുതൽ 91,200 രൂപ വരെയുള്ള ഒരു നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സാലറി സ്കെയിലാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇനി ആപ്ലിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 4/2/2026 ഫെബ്രുവരി 4 ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി. എക്സാമിന്റെ ആ ഒരു ടെൻഡേറ്റീവ് സമയവും PSC ഓൾറെഡി നമുക്ക് വാർഷിക കലണ്ടർ ഒക്കെ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് ഓൾറെഡി നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ടെൻഡേറ്റീവ് എക്സാം വരുന്നത് ഓഗസ്റ്റിനും ഒക്ടോബറിനും ഇടയിലാണ്. നമുക്ക് ഓഗസ്റ്റ് എന്ന് തന്നെ കണക്ക് കൂട്ടാം. ഓഗസ്റ്റിലായിരിക്കും മിക്കവാറും ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിന്റെ എക്സാം വരുന്നത്. ഒറ്റത്തവണ പരീക്ഷയാകാൻ തന്നെയാണ് സാധ്യത. നമ്മൾ ഈ നോർമൽ ഡിഗ്രി പ്രിലിംസ് മെയിൻസ് എന്നുള്ള സിസ്റ്റം ഒന്നും അവിടെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കുറവാണ്. ഇനി നിങ്ങളിപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇതുവരെ ക്വാളിഫിക്കേഷനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ളത്. എടാ, ഞാൻ പറഞ്ഞു, ഒന്നെങ്കിൽ BSc അല്ലെങ്കിൽ ബിടെക്കുകാരെന്നാണ് പറഞ്ഞല്ലേ. ഇനി BScയിൽ എല്ലാവർക്കും അങ്ങ് എടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ BScക്കാർക്കും എടുക്കാൻ പറ്റില്ല. ഗ്രാജുവേഷൻ ഇൻ സയൻസ് വിത്ത് ഫിസിക്സ് ആസ് വൺ ഓഫ് ദ സബ്ജക്ട്, അതായത് ഫിസിക്സ് ഒരു സബ്ജക്റ്റ് ആയി പഠിച്ചുകൊണ്ടുള്ള ഒരു ഗ്രാജുവേഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ ഒന്നെങ്കിൽ BSc ഫിസിക്സ് അല്ലെങ്കിൽ BSc കെമിസ്ട്രി. നിങ്ങൾ ഏത് ഗ്രാജുവേഷൻ, ഏത് സ്ട്രീം ആണെങ്കിലും അവിടെ നിങ്ങൾ ഫിസിക്സ് ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഫിസിക്സ് ഒരു സബ്ജക്റ്റ് ആയി പഠിച്ചത് ഉണ്ടാവണം, അതിനൊരു തെളിവുണ്ടാകണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിടെക് ഉണ്ടായിരിക്കണം. ബിടെക് ഏത് സ്ട്രീം ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഒന്നെങ്കിൽ നിങ്ങൾക്ക് BSc ഉണ്ടായിരിക്കണം. BScയിൽ നിങ്ങൾ ഫിസിക്സ് ഒരു സബ്ജക്റ്റ് ആയി പഠിച്ചിരിക്കണം. BSc ഫിസിക്സ് മെയിൻ സ്ട്രീം എടുത്ത് പഠിച്ചവരോ അല്ലെങ്കിൽ ഫിസിക്സ് ഒരു സബ്സിഡറി സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചതോ ആയിരിക്കണം. ഇനി ഇത് കൂടാതെ മൂന്നാമതൊരു യോഗ്യതയെക്കുറിച്ച് കൂടി പറയുന്നുണ്ട്. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ കരസ്ഥമാക്കിയ ആളാണ്. അതിനുശേഷം 3 വർഷം ഗ്രാജുവേഷന് ശേഷം നിങ്ങൾ ഒരു എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, പോളിടെക്നിക് ഒരു കോളേജിലെ ഒരു എഞ്ചിനീയറിംഗ് ഡിപ്ലോമ നിങ്ങൾ പഠിക്കുന്നു. അതിനുശേഷം അതേ ആ ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നിങ്ങൾ 3-ഓ അതിലധികമോ വർഷം ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അയക്കാം. അതായത് ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ, ഒരു എഞ്ചിനീയറിംഗ് ഡിപ്ലോമയുടെ അതേ ഫീൽഡിൽ തന്നെ 3 വർഷത്തിൽ കുറയാതെയുള്ള പ്രവൃത്തി പരിചയം, ഒന്നെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ സർക്കാർ ഇതര കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനങ്ങളിലൊക്കെ ആയിട്ടുള്ള ആ ഒരു ജോലി, 3 വർഷത്തിൽ കുറയാത്ത ഒരു ജോലി പരിചയവും നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. മെജോറിറ്റിയും BScയും അതുപോലെ തന്നെ ബിടെക്കുകാരുമാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാകും,
ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പൊ അത് ഓൾറെഡി നമ്മുടെ നോട്ടിഫിക്കേഷനിൽ തന്നെ PSC പറഞ്ഞിട്ടുണ്ട്. അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് ഒന്നെങ്കിൽ BSc അല്ലെങ്കിൽ BTech ഏതെങ്കിലും ഒരു സ്ട്രീം എന്നുള്ളതാണ്. അപ്പൊ BSc ഫിസിക്സ് നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ BSc മറ്റേതൊക്കെ ഇതിന് ഇക്വലന്റ് ആയിട്ട് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ BSc ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് എന്നുള്ളത് ഇക്വലന്റ് ആണ്. BSc ഫിസിക്സ് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് എന്നുള്ളത് ആ ഒരു ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ആണ്. MSc ഫിസിക്സ്, ഇനിയിപ്പോ BSc നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു സ്ട്രീമാണ്, MSc പക്ഷെ നിങ്ങൾ ഫിസിക്സിലാണ് ചെയ്തത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി BSc MSc നിങ്ങൾ ഇന്റഗ്രേറ്റഡ് ആണ് ചെയ്തത്, ഫിസിക്സിൽ തന്നെ BSMS എന്നുള്ള രീതിയിൽ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിഗ്രിയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളതെങ്കിൽ അതും ഇക്വലന്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി BTech ഇല്ലാത്തവര്, ഇനി ചിലയിടത്തൊക്കെ നമ്മൾ BE ബാച്ചലർ ഓഫ് എഞ്ചിനീയറിംഗ് എന്നുള്ള രീതിയിലാണ് പഠിക്കുന്നത് അല്ലെ, നിങ്ങൾക്ക് BE ആണുള്ളതെങ്കിൽ BE ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്നുള്ളതും ഇതിന് ഇക്വലന്റ് ആണ്. BTechന് പകരം BE ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്നുള്ളതും ഇക്വലന്റ് ആയിട്ട് PSC അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ അത് നോക്കുക. നിങ്ങൾക്ക് BSc ഫിസിക്സോ BTechോ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഇക്വലന്റ് ക്വാളിഫിക്കേഷനിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. എപ്പോഴും എടുത്തു പറയുന്നു, ഫിസിക്സ് ഒരു സബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിന് മുൻപ് എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2022 ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വരുന്നത്. അതനുസരിച്ച് 23 ഒരു പരീക്ഷയൊക്കെ നടത്തി. നമുക്ക് 2024 ഏപ്രിൽ 27 ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. ആ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് കട്ട് ഓഫ്, ലാസ്റ്റ് എക്സാമിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 43.33 ആയിരുന്നു. ഏകദേശം 90 പേരാണ് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റില് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ 43 മാർക്കായിരുന്നു കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഇനി എത്ര പേർക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ PSC വെബ്സൈറ്റിലെ കണക്ക് പ്രകാരം 16 പേർക്കാണ് നിലവിൽ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറുടെ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് ഒരു നിയമനം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. 2024 റാങ്ക് ലിസ്റ്റ് വന്നത്. അതായത് 2027 ഏപ്രിൽ മാസത്തിൽ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് അവസാനിക്കും. അതായത് നമുക്ക് അപ്പോഴത്തേക്കും പുതിയ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതനുസരിച്ച് എക്സാം നടത്തേണ്ടതായിട്ടുമുണ്ട്. 2026 ഓഗസ്റ്റിനും ഒക്ടോബറിനും ഇടയിൽ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ചുള്ള പരീക്ഷ നടത്തുന്നതുമായിരിക്കും. ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് 2/9/2025 കൂടി ആലോചിക്കുക. ഇനിയിപ്പോ നിങ്ങൾ പറഞ്ഞു ഈ എക്സാമിന് ഞങ്ങൾക്ക് പഠിക്കണം, ആദ്യമായിട്ട് ഈ ഒരു പോസ്റ്റിനെ പറ്റി കേൾക്കുന്നവർക്ക് ഇതിന്റെ സിലബസ് എന്താണ് എന്നുള്ളതിനെ പറ്റി നല്ല ആശങ്കകൾ ഉണ്ടാകും. 100 മാർക്കിന്റെ എക്സാം തന്നെയാണ് നടത്തുന്നത്. അവിടെ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത് ഒന്ന് ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക് മെഷർമെന്റ് സിസ്റ്റത്തെ കുറിച്ച് പഠിക്കണം. അവിടെ നിന്നൊരു 10 മാർക്കിന്റെ ചോദ്യങ്ങൾ, ഒരു ഡീറ്റെയിൽഡ് സിലബസ് ഉണ്ട്. അപ്പോൾ അതിന്റെ കീ പോയിന്റ്സ് മാത്രമാണ് പറയുന്നത്. 10 മാർക്കിന് ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക് മെഷർമെന്റ് സിസ്റ്റത്തെ പറ്റി പഠിക്കാനുണ്ട്. 10 മാർക്കിന് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ നിങ്ങൾ പഠിക്കണം. കെമിസ്ട്രി 30 മാർക്കിനും ഫിസിക്സ് 30 മാർക്കിനും മാത്സ് 20 മാർക്കിനും. അങ്ങനെയാണ് 100 മാർക്കിന്റെ ഒരു സിലബസ് സ്ട്രക്ചർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് തുടങ്ങിയവയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്. ഫിസിക്സിലും മാത്സിലും കെമിസ്ട്രിയിലും ഒക്കെ നല്ല ഒരു പ്രൊഫിഷ്യൻസി ഉള്ളവർക്ക് അടിപൊളിയായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷയായിരിക്കും ഇത്. നിങ്ങൾ ഡിഗ്രിക്കും അതുപോലെ 12ലും ഒക്കെ പഠിച്ച ഒരു ബേസിക് കാര്യങ്ങളൊക്കെ തന്നെയാണ് സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് PSCയുടെ വെബ്സൈറ്റിൽ നിന്ന് സിലബസ് ഡൗൺലോഡ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ നമ്മുടെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് പലരും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു നോട്ടിഫിക്കേഷൻ ആയിരിക്കും. കൂടുതൽ പേരുടെയും അറിവിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അപ്പൊ ഈ ഒരു BTechകാർക്ക് മാത്രമായിരിക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ ധാരണകൾ ഉണ്ടായിരിക്കും. പക്ഷെ അല്ല. BSc ഫിസിക്സ് പഠിച്ചവർക്കോ സയൻസ് സ്ട്രീമിൽ തന്നെ ഒരു ഡിഗ്രി, അതിൽ ഫിസിക്സ് ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചവർക്കോ BTechകാർക്കോ BE ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചവർക്കോ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റും. സോ സയൻസ് ബിരുദക്കാർക്ക് നല്ലൊരു അവസരമാണ്. നിങ്ങൾ BSc പഠിച്ചവരാണ്, BTech പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ ഒട്ടും താമസിക്കേണ്ട. കാറ്റഗറി നമ്പർ 613/2025 ആണ്. ഫെബ്രുവരി 4 ലാസ്റ്റ് ഡേറ്റ്. പെട്ടെന്ന് തന്നെ പോയി അപ്ലൈ ചെയ്യുക. നമ്മുടെ എൻട്രിയിൽ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിന് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോഴ്സിനെ കുറിച്ച് അറിയാനൊക്കെ നിങ്ങൾക്ക് ഞാനിവിടെ കമന്റ് ബോക്സിൽ ഒരു ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് പിൻ ചെയ്ത് കൊടുത്തേക്കാം. ആ ഫോം ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മുടെ അക്കാഡമിക് കൗൺസിലർ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഓഗസ്റ്റിലാണ് എക്സാം. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് സമയമുണ്ട്. നല്ല രീതിയിൽ പഠിക്കാനാണെങ്കിൽ കുറച്ച് സമയമുണ്ട്. പെട്ടെന്ന് തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. നന്നായിട്ട് തന്നെ പഠിച്ചു തുടങ്ങുക. നല്ലൊരു പോസ്റ്റാണ്, നല്ലൊരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണെന്ന് കൂടി ആലോചിക്കുക. നല്ലൊരു അവസരമാണ്. സോ ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമന്റ് ബോക്സിൽ ചോദിക്കുക. റിപ്ലൈ തരാനായിട്ട് ഞാനും നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സും ഉണ്ടാകും. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.